നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തൊണ്ടി മാറ്റിയ കേസിൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ഒരു മുൻ മന്ത്രിയെയാണ്. ആന്റണി രാജുവിന് തടവ്. ഇതൊരു വ്യക്തിയുടെ വീഴ്ചയോ അല്ലെങ്കിൽ നിയമനീതിയുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്നതോ? മന്ത്രി കസേരയിൽ ഇരുന്നവർ ജയിലിലേക്ക് പോകുമ്പോൾ ഇത് ഭരണകൂടത്തിന് നാണക്കേട്. രക്ഷപ്പെടാൻ നോക്കിയ വഴികൾ, കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷിക്കാൻ വക്കീലായിരുന്നപ്പോൾ തൊണ്ടി മുതലായ അടിവസ്ത്രം കോടതിയിൽ നിന്ന് മാറ്റിയ മുൻ മന്ത്രിയുടെ തന്ത്രങ്ങളാണ് തോറ്റത്. ചോദ്യം ഇതാണ്: നിയമം മായ്ക്കാൻ ശ്രമിച്ചവർ മന്ത്രിസഭയിൽ ഇരുന്നപ്പോൾ ആരെല്ലാം കണ്ണടച്ചു നിന്നു? ഇന്ന് കോടതി ചോദ്യം ചെയ്യുന്നത് ഒരു വ്യക്തിയെയല്ല, ഒരു ഭരണ സംസ്കാരത്തെ തന്നെയാണ്. മന്ത്രിയായിരുന്നപ്പോൾ കോടതി വിളിച്ചപ്പോൾ പോലും പോകാതിരുന്ന ആന്റണി രാജുവിന് ജയിൽ ഉറപ്പിക്കുമ്പോഴും പ്രധാന ചോദ്യം എം.എൽ.എയും മന്ത്രിയുമാകാൻ വഴിയൊരുക്കിയതും 30 വർഷത്തെ നിയമവഴിയിലെ ജാഗ്രത കുറവല്ലാതെ മറ്റെന്താണ്? മന്ത്രിയായി ജനങ്ങളെ സേവിച്ചയാൾ നിയമത്തിനും കോടതിക്കും പോലും വില നൽകാതിരുന്ന തൊണ്ടിക്കള്ളനെന്ന് തെളിയുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നിരപരാധികളും ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞൊഴിയാൻ മുൻ മന്ത്രിക്ക് കഴിയും. കോടതിയിലുണ്ടായിരുന്ന തൊണ്ടി മുതൽ മാറ്റിയ കേസിലാണ് മുൻ മന്ത്രിയായ ആന്റണി രാജുവിന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 3 വർഷത്തെ തടവാണ് ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. കോടതിയിൽ നിന്ന് ജാമ്യം നേടുവാൻ മുൻ മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും നിയമവഴിയിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മുൻ മന്ത്രി ശിക്ഷിക്കപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും ഉയരുകയാണ്. നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് മുൻ മന്ത്രിയായ ആന്റണി രാജു ഇത്രയും നാൾ ഈ ഭരണ സംസ്കാരത്തിനൊപ്പം ഉണ്ടായിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഇതേക്കുറിച്ച് ആന്റണി രാജു കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സമയത്ത് പറഞ്ഞ വാചകങ്ങൾ കേൾക്കാം. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ്. ഈ കേസ് ഹൈക്കോടതി വിജിലൻസ് വിങ് ആദ്യമായി അന്വേഷിക്കുകയും ഹൈക്കോടതി വിജിലൻസ് വിശദമായി അന്വേഷിച്ച് വേറെ 3 പ്രതികളാണ് ഈ കേസിലെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നതുമാണ്. അതിനുശേഷം എ.കെ. ആന്റണിയുടെ ഗവൺമെന്റ് കാലഘട്ടം 2002-ൽ 3 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 8 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിക്കുകയും ഞാൻ നിരപരാധിയാണെന്നും വേറെ ആളുകളാണ് പ്രതിയെന്നും പറഞ്ഞ് റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു 2002-ൽ. ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അല്ല, പ്രോസിക്യൂഷന്റെ കേസാണല്ലോ വാദിക്കുന്നത്. പ്രതിക്ക് വേണ്ടിയുള്ള കേസ് പ്രതിഭാഗം വക്കീല് വാദിക്കും. കോടതിയാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. എനിക്കെതിരെ യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് എന്റെ ആത്മവിശ്വാസം. അതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ശിക്ഷിക്കപ്പെട്ടിട്ടും മുൻ മന്ത്രിയായ ആന്റണി രാജു പറയുന്നത് തനിക്കെതിരെ തെളിവില്ല എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ടി ആസഫ് അലി, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ ജോർജ് ജോസഫ് എന്നിവർക്കൊപ്പം അനിൽ ഇമ്മാനുവൽ, മാധ്യമപ്രവർത്തകനായ അനിൽ ഇമ്മാനുവൽ, ഈ കേസ് തെളിയാതിരുന്ന ഒരു ഘട്ടത്തിൽ, ഈ കേസിന്റെ വിചാരണ കോടതിയിൽ നീണ്ടുപോകുന്ന ഒരു ഘട്ടത്തിൽ ഇടപെട്ടയാളാണ്. അനിൽ ഇമ്മാനുവലിന്റെ റിപ്പോർട്ടുകൾ ഈ കേസിനെ വീണ്ടും പൊതുജന സമക്ഷം കൊണ്ടുവരുവാൻ സഹായിക്കുകയും ചെയ്തു. ആന്റണി രാജു മന്ത്രിയായിരുന്ന സമയത്ത് വിചാരണ ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് പല ഘട്ടങ്ങളിലും കോടതി ആവശ്യപ്പെട്ടിട്ടും മന്ത്രി ഹാജരായിരുന്നില്ല. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തുടർച്ചയായി നൽകിയ ആൾ കൂടിയാണ് അനിൽ ഇമ്മാനുവൽ. അനിൽ ഇമ്മാനുവൽ പ്രൈം ഡിബേറ്റിൽ ചേരുകയാണ്. ശ്രീ അനിൽ ഇമ്മാനുവൽ, താങ്കളുടെ ഈ പോരാട്ടം അതിപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വന്നത് തന്നെ വർഷങ്ങൾക്ക് മുൻപാണ് ആന്റണി രാജു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കേസ് അന്വേഷണവും വിചാരണയും ഇത്രമാത്രം നീണ്ടുപോയത്? അതുകൊണ്ടുള്ള ഗുണമുണ്ടായത് ആന്റണി രാജുവിന് തന്നെയാണ്. എം.എൽ.എ ആയിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞു. എന്താണ് ഇത്രയും താമസമുണ്ടാകാനുള്ള കാരണങ്ങൾ? താങ്കൾ ഈ കേസിന് പിന്നാലെ ഉണ്ടായിരുന്നയാളാണല്ലോ. അത് പോലീസ് സംവിധാനത്തിന്റെയും കോടതികളുടെയും പ്രശ്നമാണെന്ന് പറയേണ്ടി വരും. കാരണം 1990-ലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതിനുശേഷം 94-ലാണ് ഇത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഹൈക്കോടതി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇത് തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ഈ തൊണ്ടി വസ്തുവിൽ തിരിമറി നടന്നിട്ടുണ്ട് വ്യക്തമായതിനെ തുടർന്നാണ് 94-ൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്.
അതിനുശേഷം ഏതാണ്ട് 10 വർഷത്തോളം അന്വേഷിച്ച ശേഷമാണ് നമ്മുടെ പോലീസ് തന്നെ, കേരള പോലീസ് തന്നെ ഇതിൽ തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് കേസ് എഴുതി തള്ളി അവസാനിപ്പിക്കുന്നത്. അതിനും ശേഷമാണ് വീണ്ടും 2005 TP സെൻകുമാർ സൗത്ത് സോൺ IG ആയി വരുമ്പോൾ അദ്ദേഹം മുൻകൈയെടുത്താണ് ഇതിൽ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് തുടരന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിലാണ് ഇതിൽ ഈ 2 പ്രതികളാണുള്ളതെന്ന് കണ്ടെത്തുന്നത്. അതായത് കോടതിയിലെ തൊണ്ടി ക്ലർക്കായിരുന്ന KS ജോസിന്റെ കയ്യിൽ നിന്ന് ഈ തൊണ്ടി വസ്തു വാങ്ങിക്കൊണ്ടുപോയി തിരുമല നടത്തിയ ആന്റണി രാജു 2ാം പ്രതി. ഇങ്ങനെ 2 പേരെ പ്രതി ചേർത്താണ് കോടതിയിൽ കൊടുക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പറഞ്ഞതുപോലെ അതിന് മുൻപ് തന്നെ ഈ 2006 TP സെൻകുമാർ പ്രതി അന്വേഷണത്തിന് ഇടുന്നതിന് മുമ്പ് തന്നെ ഈ ഓസ്ട്രേലിയ എന്നുള്ള ഇന്റർപോളിന്റെ കത്ത് കേരള പോലീസിന് ലഭിച്ചിരുന്നു. അതായത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ 91 ഇവിടെ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഈ അണ്ടർവെയർ ഇട്ട് നോക്കി പാകമാകുന്നില്ല എന്നതിന്റെ പേരിൽ ഹൈക്കോടതിയിൽ നിന്ന് വിട്ടയക്കപ്പെട്ട പ്രതി ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിയ ശേഷം അവിടെ മറ്റൊരു കേസിൽ കൊലക്കേസിൽ പ്രതിയായി അവിടെ ജയിലിലുണ്ടായിരുന്ന സഹതടവുകാരനോട് ഞാനിങ്ങനെ കേരളത്തിലൊരു കേസിൽ അകപ്പെട്ടിരുന്നു, പക്ഷേ കോടതി ക്ലർക്കിന് കാശ് കൊടുത്ത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ മൊഴി അവിടുന്ന് അവർ രേഖപ്പെടുത്തി ഇന്റർപോൾ മുഖേന കേരള പോലീസിന് എത്തിച്ചിരുന്നു. അതും കയ്യിൽ വെച്ചുകൊണ്ടാണ് കേരള പോലീസ് തെളിവൊന്നുമില്ല, പ്രതിയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് കേസ് അവസാനിപ്പിച്ചത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TP സെൻകുമാർ 2006 വന്ന് പുതിയ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ആ അന്വേഷണത്തിൽ വരെ 2 പേരെ പ്രതി ചേർത്ത് 2006 കുറ്റപത്രം കോടതിയിൽ കൊടുക്കുന്നത്. ഈ കോടതിയിൽ കൊടുത്ത ശേഷമാണ് 16 വർഷം അനക്കമില്ലാതെ ഇരുന്നത്. 8 വർഷം തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിലിരുന്നു, അതിനുശേഷം 8 വർഷം നെടുമങ്ങാട് കോടതിയിലിരുന്നു. ഈ സമയത്തല്ല, 2022 അതായത് മഞ്ചൂർ കോടതിയിൽ 8 വർഷം കഴിഞ്ഞ് നെടുമങ്ങാട് കോടതിയിൽ അത് 8 വർഷം ആകാറാകുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആദ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഇതില് ഇത്രയും വർഷം ഈ 16 വർഷം ഇരിക്കുമ്പോൾ പലപ്പോഴും പ്രതികൾ ഹാജരാകാറില്ലാഞ്ഞിട്ട് പോലും ഒരൊറ്റ തവണ പോലും ഒരു വാറന്റ് പോലും കോടതിയിൽ നിന്ന് ഈ പ്രതികൾക്ക് പോയിട്ടില്ല. എന്ന് വെച്ചാൽ കോടതികൾ അസാധാരണമായ സൗമനസ്യം ഈ പ്രതികളൊന്ന് കാണിച്ചോ എന്നാണ് എനിക്ക് സംശയം തോന്നിയത്. അതുകൊണ്ടാണ് എന്റെ രേഖകൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. 2014 മുതൽ 2022 വരെയായി 22 തവണ കേസ് വിളിച്ചിട്ടുണ്ട്. പലപ്പോഴും പ്രതികൾ ഹാജരായിട്ടില്ല, ചിലപ്പോൾ ഒരു പ്രതി മാത്രം ഹാജരായിട്ടുണ്ട്, അല്ലെങ്കിൽ വക്കീൽ ഹാജരാകുന്നു. ആരും ഹാജരാകാതെ തന്നെ പലതവണ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് അത് നിങ്ങൾക്കാണെങ്കിൽ ഇനി ഇപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിൽ ഈ കേസിന്റെ കുറ്റപത്ര ക്രൈം നമ്പർ കൊടുത്തിട്ട് ഈ കോഴ്സിൽ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഞാൻ അങ്ങനെയാണ് ആദ്യം ഇത് പരിശോധിക്കുന്നത്. ഈ കേസിന്റെ നാൾവഴികളെല്ലാം അതിൽ നിന്ന് കിട്ടും, ഇപ്പോഴും കിട്ടും. അപ്പോൾ അങ്ങനെ അത്തരം കാര്യം മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾക്ക് വേണ്ടി ശ്രമം തുടങ്ങുന്നത്. രേഖകൾ പിന്നീട് വലിയ നടപടിക്രമം കൂടുതലാണ് രേഖകൾ കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് ഈ 2 പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അത് കുറ്റകരമായ അനാസ്ഥ എന്ന് തന്നെ പറയാം. കാരണം പോലീസ് സംവിധാനത്തിന് തന്നെ കളങ്കമായ ഒരു കാര്യമാണ്. രണ്ടാമത് കോടതികളുടെ ഭാഗത്ത് കോടതി ഇത്രയേറെ മോക്കറിയാക്കിയ അപഹാസ്യമാക്കിയ ഒരു കേസ് വേറെ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് ഇതിലൂടെ പോകുമ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ കോടതിയുടെ ഭാഗത്ത് അതിനനുസരിച്ചുള്ള താല്പര്യമുണ്ടായത് സുപ്രീം കോടതിയിൽ എത്തുന്നതുവരെ ഈ വിഷയം 2024 സുപ്രീം കോടതിയിൽ എത്തുന്നതുവരെ വേണ്ട ജാഗ്രത ഇക്കാര്യത്തിൽ കോടതിയുടെ ജുഡീഷ്യൽ. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആന്റണി രാജു ഇന്ന് പറയുന്നത് 2002 അന്ന് AK ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി. ആ സമയത്ത് അന്ന് LDF-കാരൻ തന്നെയായിരുന്നു ആന്റണി രാജു. ആ സമയത്ത് പോലീസ് റിപ്പോർട്ട് നൽകിയതാണ് ഈ കേസിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന്. അതായത് ആന്റണി രാജു അന്ന് പ്രതിപട്ടികയിലേക്ക് വന്നില്ല, പിന്നെ എവിടെയോ വെച്ചത് രാഷ്ട്രീയമായിട്ട് തിരികുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇപ്പോഴും അത് ഈ പിടിവള്ളിയായി കാണുന്നത് 2002 റിപ്പോർട്ടാണ്. രാഷ്ട്രീയമായ ഇടപെടലുണ്ടോന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് എന്നെ സംബന്ധിച്ച് പറയാൻ നിവൃത്തിയില്ല. കാരണം എന്റെ മുമ്പിൽ തെളിവുകളായിട്ട് വന്നിട്ടുള്ള രേഖകളിൽ നിന്നും വരുന്നൊരു കാര്യമല്ല അത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓഫ് ഹാൻഡായിട്ട് അല്ലെങ്കിൽ ആരോപണമായിട്ട് ഉന്നയിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ഞാൻ ഈ കേസിനെ ഇതുവരെ ഫോളോ ചെയ്തത് ഇതിൽ ഈ 30 വർഷത്തെ രേഖകൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രമകരമായിരുന്നു. ആ രേഖകൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയമായി അതിൽ ഇടപെടൽ ഉണ്ടാകാം എന്ന് ന്യായമായും ഉണ്ടായിരുന്നു എന്ന് ന്യായമായും അനുമാനിക്കാം. കാരണം ഈ ക്രൈം നടക്കുന്ന പ്രദേശത്തിന്റെ കൂടി MLA ആയിരുന്നു ആന്റണി രാജു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ മേലും നേതാക്കളുടെ മേലും ഒക്കെ സ്വാധീനം ചെലുത്താൻ അയാൾക്ക് കഴിയുമെന്ന് സാമാന്യമായിട്ട് നമുക്ക് ചിന്തിക്കാം. അതുണ്ടായി കാണാം. പക്ഷെ ഞാൻ പറയുന്നത് കേസിന്റെ മെറിറ്റ് പരിഗണിച്ചിട്ടാണ് ഞാൻ ഇതിന് പിന്നാലെ അന്വേഷിച്ചതും പിന്നീട് ഇവിടെ വരെ എത്തി നിൽക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, 2005 ഉമ്മൻചാണ്ടി സർക്കാർ ആ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത ആ സമയത്ത് പെട്ടെന്നൊരു പുനരന്വേഷണത്തിലേക്ക് പോവുകയായിരുന്നുവെന്ന്. അവിടെയും അറിയാമല്ലോ, അവിടെ ആന്റണി രാജു ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായി എന്നാണ്. എന്നിട്ട് ഉടൻ പ്രതിയാകുന്നു. നമുക്ക് ഈ
ഒരു കോടതി ശിക്ഷ വിധിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെ ഒരു രാഷ്ട്രീയമായ ഇടപെടലെന്ന് പറയുന്നതിൽ ഇനി യുക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. അതിൽ രാഷ്ട്രീയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ അതിന് സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്നുള്ളത് പ്രധാനമാണല്ലോ. കോടതി അതിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കേസാണിത്. അതിൽ വളരെ കൃത്യമായി തെളിവുകൾ അനലൈസ് ചെയ്ത് തന്നെയാണ് കോടതി വന്നിരിക്കുന്നത്. ഒരു വർഷം നീണ്ട വിചാരണയാണ്. അതിനൊടുവിൽ ഞാൻ ഒരു ഒറ്റ തെളിവ് മാത്രം ഞാൻ പറയാം. ഈ കേസിലെ രണ്ടാം പ്രതി ഇതില് ഈ രാഷ്ട്രീയമായി ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് തന്നെ കുരുക്കിയെന്ന് അദ്ദേഹം എല്ലാ കാര്യത്തിലും പറയുന്നുണ്ട്. ആ പ്രതി ഈ കോടതിയിൽ നിന്ന് ഈ തൊണ്ടി വസ്തുവായ അടിവസ്ത്രം ഒപ്പിട്ട് വാങ്ങിയതിന്റെയും തിരിച്ചവിടെ ഹാജരാക്കിയതിന്റെ രേഖയാണ് ഇപ്പോൾ ഞാൻ എന്റെ കൈ കിട്ടുകയും അത് ഞാൻ 2022 ഞാനത് പുറത്തുവിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ അതുകൊണ്ട് അദ്ദേഹം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് എങ്ങനെയാ പറയാൻ കഴിയുക? മാത്രവുമല്ല, ഇദ്ദേഹം ഈ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് ഫോറൻസിക് പല ഘട്ടങ്ങളിലെ ഫോറൻസിക് പരിശോധന നടത്തിയിട്ടുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് അദ്ദേഹത്തിന്റെ ആണെന്നുള്ളത് തിരുവനന്തപുരം പോലീസിന്റെ തന്നെ ഫോറൻസിക് ലാബിൽ നിന്ന് പരിശോധിച്ച് വർഷങ്ങൾക്ക് മുമ്പേ അത് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ തൊണ്ടി വസ്തുവായ അടിവസ്ത്രം വെട്ടിത്തേച്ച് ചെറുതാക്കിയതാണെന്ന് ഫോറൻസിക് അതും FSL ലാബിൽ സ്ഥിരീകരിച്ച കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള തെളിവുകളെല്ലാം ഉണ്ട്. അത് നിൽക്കെ അതിൽ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് എന്നെ പ്രതി ചേർത്തതെന്ന് പറഞ്ഞാൽ ഇനി അതിനൊരു യുക്തിയുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ശിക്ഷ വിധിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി അത്തരം വാദങ്ങളൊന്നും വിലപ്പോവില്ല. ഒരു സംശയമില്ല, അത്തരം വാദങ്ങൾ വിലപ്പോവില്ല. പക്ഷേ വിചാരണ നീണ്ടുപോയത് അത് ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് MLA ആകാനും മന്ത്രിയായിരിക്കാനും ഒക്കെ അവസരം ഒത്തുവന്നത്. കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കോടതിയിൽ സാധാരണ ഒരു കേസിനും ഉണ്ടാകാത്ത ഒരു കാലതാമസമാണ് ഇതിലുണ്ടായത്. അതിന്റെ കാരണത്തെക്കുറിച്ച് ഞാൻ നേരത്തെ രാഷ്ട്രീയമായ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ നിന്ന് ഇതിനെ വൈകിപ്പിക്കാൻ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ സാധാരണ നിലയിൽ ഒരു കേസിന് ഉണ്ടാകാത്ത തരത്തിലുള്ള രാഷ്ട്രീയമായ ഇടപെടൽ പല കക്ഷികളിലും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് അത്തരം ഇടപെടൽ എങ്ങനെ ഉണ്ടായി, ഏത് തലത്തിൽ നിന്നുണ്ടായി എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതിൽ മറ്റ് കേസുകളിൽ ഉണ്ടാകാത്തതുപോലെയുള്ള സൗമനസ്യം അല്ലെങ്കിൽ ഒരു പരിഗണന കുറവ് ഈ കേസിൽ പല ഘട്ടങ്ങളിലും ജുഡീഷ്യൽ ഭാഗത്തുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനം 2006 മുതൽ 2022 വരെയുള്ള 16 വർഷക്കാലമാണ്. ആ സമയത്ത് കേസ് വിളിക്കുമ്പോൾ പ്രതികൾ ആകുന്നില്ല എന്ന് കണ്ടിട്ട് എന്നുള്ളപ്പോൾ പോലും പലപ്പോഴും ഒരു വാറന്റ് പോലും പോയിട്ടില്ല. ഞാൻ ആ സമയത്ത് ഈ 2022 ഞാൻ ജോലി ചെയ്ത മാധ്യമ സ്ഥാപനത്തിൽ വാർത്ത കൊടുക്കാൻ കഴിയില്ല എന്നൊരു ഘട്ടം നമ്മുടെ ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നത്. അന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു താരതമ്യം കൂടി പറഞ്ഞിരുന്നു. ഈ കേസ് അന്നിരുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 എന്ന കോടതിയിലായിരുന്നു. അതേ സമയത്ത് തന്നെ തൊട്ടടുത്ത ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 അവിടെ നടക്കുന്ന ഒരു കേസുമായി ഞാൻ താരതമ്യം പറഞ്ഞിരുന്നു. അവിടെ ഒരു നിസ്സാരമായ ഒരു കേസിൽപ്പെട്ട ഒരാള് 2 തവണ ഹാജരാകാതെ വന്നപ്പോൾ വാറന്റ് ഇഷ്യൂ ചെയ്യുകയും അയാളെ പിന്നീട് കൊണ്ടുവന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് ഹാജരാക്കുകയും അങ്ങനെ കേസ് ഡിസ്പോസലായി. നമുക്ക് ഈ കോഴ്സിൽ നോക്കി ഇതൊക്കെ കാണാം. അത് ഡിസ്പോസൽ ആയതാണ്. അതേ കാലഘട്ടത്തിലുള്ള അതേ ക്രൈം നമ്പറിലുള്ള ഒരു കേസ് സാമ്പിളായിട്ട് ഞാൻ എടുത്ത് പരിശോധിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു അത്ര സാധാരണക്കാരുടെ കേസിൽ അങ്ങനെയും ഇതുപോലുള്ള സ്വാധീനശേഷിയുള്ള ആളുകളുടെ കേസ് ഇങ്ങനെയും വരുമ്പോൾ എന്താണ് അനുമാനിക്കേണ്ടത്? ഞാൻ അനുമാനം മാത്രമേ എനിക്ക് കഴിയൂ. രേഖാമൂലം നമുക്ക് ഇക്കാര്യത്തിലൊന്നും ശരിയാണ്. എന്തായാലും അനിൽ ഇതിന്റെ പിന്നാലെ തന്നെ നടന്നു. എന്തായാലും ആന്റണി രാജുവിന് ഇപ്പോൾ ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. നന്ദി ശ്രീ അനിൽ ഇമ്മാനുവൽ, മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. ശ്രീ റെജി ലൂക്കോസ്, നാണക്കേടാണിത്. LDF സർക്കാർ ഒരു നാണക്കേടാണ്. ഇത് ഇങ്ങനെയൊരു വ്യക്തി കളങ്കിതനാണ് എന്ന് അറിയുകയും ചെയ്യുമായിരുന്നു. എന്നിട്ടും ഈ വ്യക്തിയെ കൂടെ കൊണ്ടു നടന്നു. മുമ്പ് VS ഒരിക്കൽ ഈ സീറ്റ് ഇദ്ദേഹത്തിന് കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഒരു തവണ അദ്ദേഹത്തിന് മത്സരിക്കുവാനും കഴിഞ്ഞിരുന്നില്ല ഈ കേസ് ഉണ്ടായിരുന്ന കൊണ്ട്. പക്ഷെ പിന്നീട് അംഗീകരിക്കുകയായിരുന്നു കൂടെ കൂട്ടുവാൻ ആന്റണി രാജുവിനെ. ആ നാണക്കേട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുകയാണ്. ഇവിടെ അതിവിചിത്രമായ ഒരു കേസാണ്. ഈ കേസിന്റെ നാളുവഴികളിലൂടെ യാത്ര ചെയ്താൽ ഇതിനകത്ത് ഒത്തിരി വൈരുദ്ധ്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ കോടതി അദ്ദേഹത്തിന് 3 വർഷത്തേക്ക് ശിക്ഷിച്ചു. അദ്ദേഹത്തിന് MLA സ്ഥാനം നഷ്ടമാകുന്നുണ്ട് ഏതാണ്ട് ഉറപ്പായി. ഹൈക്കോടതി അദ്ദേഹത്തിന് സ്റ്റേ കൊടുത്താൽ MLA സ്ഥാനം റീസ്റ്റേറ്റ് ചെയ്യാന്ന് പറയാൻ അത്ര എളുപ്പമില്ലെന്നുള്ളതാണ് നമ്മുടെ 1951 ജനപ്രാതിനിധ്യ നിയമം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്തിലാണെന്നുകൊണ്ട് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. 1935 വർഷങ്ങൾക്ക് മുമ്പ് 1990 ഒരു ഓസ്ട്രേലിയൻ പൗരന്റെ അണ്ടർ ഗാർമെന്റിൽ അളവിൽ കൂടുതൽ ഹാഷിഷോ ഏതോ മയക്കുമരുന്ന് കണ്ടതിന്റെ പേരിലാണ് ഈ കേസ് ഉദ്ഭവിക്കുന്നത്. അദ്ദേഹത്തിന് ഹൈക്കോടതി 10 വർഷം ശിക്ഷിച്ചു. പിന്നീട് ഈ അണ്ടർ ഗാർമെന്റ് അദ്ദേഹത്തിന്റെ സൈസ് അല്ല എന്ന് കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് വിട്ടയച്ചു. അദ്ദേഹം
ഓസ്ട്രേലിയ തിരിച്ചെത്തി മറ്റൊരു കേസിൽ അകപ്പെട്ട് അദ്ദേഹം ജയിലിൽ കിടക്കുന്നു. ആ ജയിലിൽ വെച്ചിട്ട് കൂട്ടുപ്രതിയോട് ഞാൻ ഇങ്ങനെ കേരളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഷെഡി മാറി സൈസ് മാറ്റി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞത് അതൊരു മൊഴിയായി. ആ മൊഴി ഇന്റർപോൾ കേരളത്തിലെ പോലീസ് കൊടുക്കുകയും ആ പോലീസ് പിന്നീട് ആ മൊഴിയിൽ വെച്ച് കൊണ്ടൊരു കേസ് മുന്നോട്ട് പോവുകയും 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2009 1990 ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം ഈ കോടതി ബഹുമാനപ്പെട്ട കേരളത്തിലെ പോലീസ് ഇത് എഴുതി തള്ളിയതാണ്. പലതവണ 2 തവണ ഇത് എഴുതി തള്ളി. പക്ഷെ ഈ ഒറ്റ മൊഴിയുടെ പേരിലാണ് ഇപ്പൊ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കോടതി ഇതിന് കൃത്യമായിട്ട് തെളിവുണ്ട് ശ്രീ. അല്ലല്ല, അങ്ങനെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല ശ്രീ റെജി ലൂക്കോസ്. ഈ തൊണ്ടി രജിസ്റ്ററിൽ ഒപ്പുണ്ട് ആന്റണി രാജുവിന്റെ. ഈ ദൈവത്തിന്റെ കൈ എന്നൊക്കെ പറയുന്ന പോലെ ഒരു തെളിവ് അവിടെ അവശേഷിച്ചിരുന്നു. അന്ന് ആന്റണി രാജു ഇത് ഇത്രയും കുഴപ്പമാവുമെന്ന് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ആ തൊണ്ടി രജിസ്റ്ററാണ് പ്രധാനപ്പെട്ട തെളിവായി മാറിയത്, ഈ നാണക്കേട് സംഭവം അദ്ദേഹം നടത്തിയത്. അപ്പോൾ അതാണ് തെളിവായി വന്നത്. അത് പക്ഷേ ഇത്രയും വിചാരണ നീണ്ടുപോയതും സംശയകരമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വാധീനം ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇദ്ദേഹത്തിന് മന്ത്രിയായിരിക്കാനും MLA ആയിരിക്കാനും സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു. പക്ഷേ ഈ വിചാരണ നീണ്ടുപോയത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു. അഡ്വക്കേറ്റ് ആസഫ് അലി, താങ്കൾ ഈ കേസിനെ എങ്ങനെ കാണുന്നു? അപൂർവമെന്ന് തന്നെ പറയാമല്ലോ. ഇങ്ങനെയൊരു സംഭവം ജുഡീഷ്യറിയിൽ നേരത്തെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? കോടതിയിൽ നിന്ന് തന്നെ, കോടതിയുടെ ടെസ്റ്റിലുള്ള തൊണ്ടി മുതൽ, ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ അവിടെ നിന്ന് കോടതിയുടെ ഉത്തരവുണ്ട് എന്ന വ്യാജ രീതിയിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക, എന്നിട്ട് അതിൻ്റെ സൈസ് കുറച്ച് തിരിച്ചു കൊണ്ടുവയ്ക്കുക അടിവസ്ത്രത്തിൻ്റെ. ഈ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് കേരളത്തിലേത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിലെന്താണ് സംഭവിച്ചത്? തൊണ്ടി മുതലിനല്ല അപേക്ഷ കൊടുത്തത്. അവിടെയാണ് ഇതിന്റെ പ്രധാനം. അപേക്ഷ കൊടുത്തത് പ്രതിയുടെ പേഴ്സണൽ ബിലോങ്ങിങ്സിന് വേണ്ടിയാണ്. അത് 50 എണ്ണം ഉണ്ടായിരുന്നു. ആ പേഴ്സണൽ ബിലോങ്ങിങ്സിന് വേണ്ടി കൊടുത്ത അപേക്ഷയിലാണ് ഈ പ്രോപ്പർട്ടി ക്ലർക്കും ഇദ്ദേഹവുമായി ഒത്ത് ഈ തൊണ്ടി മുതലായ MO2, അതായത് 243 എന്നായിട്ടാണ് അതിന്റെ പേര്, ആ വസ്തു ഈ അണ്ടർവെയർ കൊടുക്കുന്നത്. അണ്ടർവെയർ പേഴ്സണൽ ബിലോങ്ങിങ്സിന്റെ കാറ്റഗറിയിലായിരുന്നില്ല പോലീസ് സീസ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. കാരണം അത് കമ്മീഷൻ ഓഫ് ദി ഒഫൻസ്. ഇപ്പം നമ്മളൊരു കൊലക്കേസിലെല്ലാം ഈ ചോര പുരണ്ട കത്തി, ആയുധം, അതുപോലുള്ള MO ആണ്, മെറ്റീരിയൽ ഓബ്ജക്റ്റാണ്. അപ്പോൾ പേഴ്സണൽ ബിലോങ്ങിങ്സിന് വേണ്ടി അപേക്ഷ കൊടുക്കുക, അതിന് പകരം ആ പേഴ്സണൽ ബിലോങ്ങിങ്സിന് കൂടെ നമ്മളെ കീശയിലുള്ള പേഴ്സ്, ഡ്രസ്സ് തുടങ്ങിയ സാധനത്തോടൊപ്പം ഈ തൊണ്ടി മുതലായ ഈ കേസിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് കൊടുക്കുക. അവിടെയാണ് അതിന്റെ കോൺസ്പിറസി ആസ്പെക്ട് നിൽക്കുന്നത്. ഇപ്പൊ ഇന്നിപ്പോൾ നിങ്ങൾ കാണിച്ചില്ലേ ഈ ആന്റണി രാജുവിന്റെ നിരപരാധിത്വം അയാൾ വിളിച്ചു പോകുന്നത്. ഹൈക്കോടതിയിൽ ഇത് കോഷ് ചെയ്യാൻ വന്നപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി ഞാൻ ഹാജരായിരുന്നു. ആ കോടതിയിൽ അദ്ദേഹത്തിന്റെ വാദം നിരപരാധിത്വമല്ല. ആ കോടതിയിൽ അദ്ദേഹത്തിന്റെ വാദം ഒരു സാങ്കേതികത്വമായിരുന്നു. ഒരു കോടതി നടപടിയിൽ നടന്നിരിക്കുന്ന ഒരു കുറ്റകൃത്യം സംബന്ധിച്ച് കേസെടുക്കണമെങ്കിൽ പോലീസ് സാധാരണ കേസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തത് പോരാ, അത് നിയമപരമായി നിൽക്കില്ല എന്നായിരുന്നു. ഒരു കാര്യം മധ്യം ആ കോടതിയിൽ നമ്മളെല്ലാം ഉന്നയിച്ച വാദമാണ്. എന്ത്? ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തന്നെ വരുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ അപ്പീലിൽ ഇദ്ദേഹത്തെ പ്രതിയെ വെറുതെ വിട്ടപ്പോൾ ഹൈക്കോടതി ബലമായ സംശയം എന്റർടൈൻ ചെയ്തു. ഇതിൽ സംശയമുണ്ട്, ഈ തൊണ്ടി മുതൽ ഈ അണ്ടർവെയറിന്റെ വലിപ്പം എങ്ങനെ കുറഞ്ഞു? കാരണം ഈ സീഷർ മാസനുള്ള വലിപ്പവും ഹാജരാക്കിയിരിക്കുന്ന വസ്തുവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു കോടതി, ഞാൻ അതാ പറഞ്ഞത്, ദിസ് ഇസ് എ ഫ്രോഡ് ഓൺ ജുഡീഷ്യൽ സിസ്റ്റം. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന് നേരെ നടന്ന ഏറ്റവും വലിയൊരു ചതിയാണ്, ഒരു വഞ്ചനയാണ്, ഒരു അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ ആ പ്രോപ്പർട്ടി ക്ലർക്കുമായി ഗൂഢാലോചന നടത്തി അങ്ങനെയാണ് ഈ കേസ് വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മയക്കുമരുന്ന് കേസിൽ ഒരു വിദേശിയായ കുറ്റവാളി, അദ്ദേഹം സുന്ദരമായി 10 വർഷത്തെ തടവും 1 ലക്ഷം രൂപ പിഴയുമുള്ള കേസിൽ നിന്ന് കുറ്റമുക്തനമാക്കി കൊടുത്തു. ആര്? കേരളത്തിലെ ഉന്നതമായ ഒരു രാഷ്ട്രീയ നേതാവ്, മന്ത്രി, MLA. ഒരു മന്ത്രി MLAയും ചെയ്യേണ്ട പണിയാണോ ഇത്? അപ്പൊ നിരപരാധിയാണെന്ന് പറയണമെങ്കിൽ അന്ന് ഇയാൾ മന്ത്രിയോ MLAയോ ആയിരുന്നില്ല. ഇദ്ദേഹം അന്ന് മന്ത്രിയോ MLAയോ ആയിരുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വളർന്നു വരുന്ന ഒരു സമയമായിരുന്നു, ഒരു ജൂനിയർ വക്കീലായിരുന്നു. ഓക്കെ, മതി. ഞാൻ പറയുന്ന ഒരു അഭിഭാഷകൻ, ലീവ് ഇറ്റ് എസ് എ മന്ത്രി MLA, ഒരു അഭിഭാഷകൻ ഒരു അപേക്ഷ കൊടുക്കുന്നു. എന്തിനു വേണ്ടി?
ഈ പ്രതിയുടെ വ്യക്തിപരമായ മുതലുകൾ. അത് കോടതിക്ക് ആവശ്യമില്ല. എന്നാൽ തൊണ്ടി മുതൽ ഒരു കേസിന്റെ തെളിവിന് അത്യന്താപേക്ഷിതമാണ്. വിചാരണ കോടതി പോലും അത് സ്വീകരിച്ചില്ല. അങ്ങനെയാണ് അദ്ദേഹത്തെ ശിക്ഷിക്കുന്നത്. അപ്പൊ ഈ തൊണ്ടി മുതൽ കരസ്ഥമാക്കി അദ്ദേഹം വീണ്ടും എൻ്റെ ബഹുമാന്യനെ സുഹൃത്ത് ഇവിടെ ഡിഫാക്ടോ കമ്മി എന്നൊക്കെ പറയുന്ന അദ്ദേഹം ഈ വിഷയം വീണ്ടും ഒന്ന് സക്രിയമായപ്പോൾ ഹൈക്കോടതിയിൽ ഇത് ക്വസ്റ്റ്യൻ വന്നു. അദ്ദേഹത്തിന്റെ പരമപ്രധാനമായ വാദ്യം നേരത്തെ ചാനലുകാരോട് പറഞ്ഞ മാതിരി ഞാൻ നിരപരാധിയാണ്, ഞാൻ ഇതറിയില്ല, ഞാൻ കേട്ടിട്ടില്ല അല്ല. അദ്ദേഹത്തിന്റെ വാദം എന്താണ്? ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൽ കൂടി നടന്ന ഒരു നടപടിയെ സംബന്ധിച്ച് കേസ് എടുക്കണമെങ്കിൽ 195 CRPC അനുസരിച്ച് കോടതിയുടെ ഒരു പ്രത്യേക പരാതി കോടതിയുടെ സബ്പീരിയർ ഓഫീസർ കൊടുക്കണം. ഇതിന് പോലീസിന്റെ അന്വേഷണം ഇതിൽ നിൽക്കില്ല. കേരള ഹൈക്കോടതി അത് സ്വീകരിച്ചു. അങ്ങനെയാണ് വീണ്ടും പറഞ്ഞത്, വീണ്ടും നടപടി എടുക്കുന്നതിന് അധികാരികൾക്ക് അവകാശമുണ്ട് എന്ന ഒരു പരാമർശത്തെ തുടർന്നാണ് ഇദ്ദേഹം സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി കാര്യങ്ങൾ പരിശോധിച്ചു വെരി ഷോക്കിംഗ്, അത്യപൂർവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു മേർഡർ കേസാണ് എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഒരു മുതലാണ് മാറ്റിക്കളഞ്ഞത്. അതായത് കോടതിയിൽ നിന്ന് തന്നെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. വക്കീലന്മാരുടെ ബുദ്ധി പ്രവർത്തിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല, കോടതിയെ കബളിപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് ആരാണ് കോടതിയെ കബളിപ്പിച്ചത്? കോടതി സ്റ്റാഫാണ്. നമ്മളെ വേലി തന്നെയാണ് വിളതുന്നത്. കോടതി സ്റ്റാഫാണ്. ഇതിൽ ഒന്നാം പ്രതി ആരാണ്? പങ്കുവഹിച്ച ലക്ഷങ്ങൾ വാങ്ങിയെന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആ ക്ലർക്കാണ്, പ്രോപ്പർട്ടി ക്ലർക്കാണ്. ആ പ്രോപ്പർട്ടി ക്ലർക്കായിൽ കൂടിയാണ് വ്യക്തിപരമായ മുതലുകൾ പേഴ്സണൽ ബിലോങ്സിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ കൊടുക്കുന്നത് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു മർഡർ കേസിലാണെങ്കിൽ പേഴ്സണൽ ബിലോങ്സിൻസ് കോടതിയിലെ കേസിന് ആവശ്യമില്ലാത്തതാണെങ്കിൽ കുത്താൻ ഉപയോഗിച്ച വാളാണ് കൊടുത്തിട്ട് ഒരു ചെറിയൊരു പീച്ചാത്തിയാണ് കോടതിയിൽ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ആ കേസിന്റെ റിസൾട്ട് എന്തായിരിക്കും? ശരിയാണ് ശ്രീ ജോർജ് ജോസഫ്. ഇവിടെ പോലീസിന് ഈ 2002 പറ്റിയ ഒരു വീഴ്ചയും ഈ കേസ് നീണ്ടുപോകാൻ കാരണമായില്ല. ഇപ്പോൾ ആന്റണി രാജു പറയുന്നത് 2005 എന്നിട്ട് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് TP സെൻകുമാറിനെ കൊണ്ട് വീണ്ടും ഒരു അന്വേഷണത്തിന് ഉത്തരവിടിപ്പിച്ചു എന്നൊക്കെയാണ്. അത് തന്നെ രാഷ്ട്രീയമായി തകർക്കുവാൻ ചെയ്ത പണിയാണെന്നൊക്കെയാണ്. പക്ഷെ അതിനു മുൻപ് 2002 ആ റിപ്പോർട്ട് അത് ഈ രീതിയിലായിപ്പോയതല്ലേ ഇത്രയും നാളത്തേക്ക് ഈ കേസ് നീണ്ടുപോകുവാനുള്ള തുടക്കത്തിലെ കാരണമായി മാറിയത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. നമുക്കൊരു കേസ് അത് സ്വാധീനവും അധികാരവും ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കൊണ്ടുപോകാം എന്ന് ഈ കേസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു. 36 വർഷത്തെ പ്രയത്നഫലമായ ഇപ്പോൾ ഒരു ശിക്ഷ കിട്ടിയത്. നമുക്ക് നീതി നടപ്പാക്കാനായിട്ട് വലിയ മീനുകളെ നമുക്ക് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എങ്കിലും കൃത്യമായി ഇത്രയും വർഷം കഴിഞ്ഞപ്പം നീതി നടപ്പാക്കി എന്ന് തന്നെ പറയണം. ഇതിനകത്ത് എന്ത് വാദഗതികൾ പറഞ്ഞാലും ശരി, ആ വിദേശ പൗരൻ്റെ ജഡ്ജി അത് 4 മാസം ഈ വക്കീലിൻ്റെ കയ്യിലിരുന്നു എന്നാണ് കോടതി രേഖ പറയുന്നത്. അതിനുശേഷമാണ് തിരിച്ചു കൊടുത്തത്. അതിനുശേഷം അത് റീസ്റ്റിച്ച് ചെയ്ത് ചെറുതാക്കി കൊടുത്തു. ഹൈക്കോടതിയിൽ ഈ കേസ് അന്ന് തന്നെ ഹൈക്കോടതിക്ക് തോന്നി ഈ ഒറിജിനൽ മഹസറിലെ തൊണ്ടി അല്ലല്ലോ ഇപ്പം കോടതി ഇരിക്കുന്നത്. അവിടെ മുതൽ ഈ കേസിൻ്റെ സംശയം കോടതിക്ക് മനസ്സിലായി തുടങ്ങി. എന്തായാലും 8 വർഷത്തോളം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ 8 വർഷവും. അങ്ങനെ നിയമം നമുക്ക് സ്വാധീനമുള്ളവരും അധികാരമുള്ളവരെയും നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊരു ടിപ്പിക്കൽ കേസാണ്. നമുക്ക് തൊണ്ടി സാധനം കൈകാര്യം ഇതുപോലെ മാറ്റിയത് അതിനകത്ത് നമ്മുടെ ദിലീപ് കേസിനകത്ത് കണ്ടല്ലോ, 3 കോടതിയിൽ അവിടുന്ന് തൊണ്ടി സാധനത്തിന് ടാമ്പറിങ് ഉണ്ടായത്, അല്ലെങ്കിൽ ആ ദൃശ്യത്തിൽ ആരോ പരിശോധിച്ചിരിക്കുന്നത്. അതിനൊരു നടപടി ഇന്നുവരെ ഉണ്ടായില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നുവരെ ഉണ്ടായിട്ടില്ല, അതുണ്ടാകണം. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈ കേസ്. കോടതി ഇരുന്ന തൊണ്ടി മുതലിലെ രൂപമാറ്റം വരുത്തിയിട്ട് ആ കേസ് വിടിയിക്കാൻ ശ്രമിച്ചത് എന്തായാലും ശരി. അതിനകത്ത് ജയമോഹൻ എന്ന് പറഞ്ഞ ആ SP അദ്ദേഹമാണ് അത് അവസാനം ചാർജ് കൊടുക്കുന്നത്. അദ്ദേഹത്തിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുപോലെ സെൻകുമാർ സാറും ഇവർ രണ്ടുപേരും കൃത്യമായി ഈ കേസിനകത്ത് ഇടപെട്ടത് കൊണ്ടാണ് നീതി. അനിൽ രാജു നമുക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണ്. പക്ഷേ ഈ നിയമത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ആരായാലും ശരി ഇത്രയും വർഷം നീട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ സ്വാധീനമാണ്. ഇപ്പോൾ ഇതിനകത്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെടുമങ്ങാട്ടിൽ ഇത്രയും വർഷം ശേഷം ഇന്ന് ഫൗണ്ട് ഗിൽറ്റി എന്ന് പറഞ്ഞപ്പം 3 വർഷത്തെ തടവ് ആണ്. പക്ഷേ അതിനകത്ത്
ഒരു പ്രിയ നിയമപ്രശ്നമുണ്ട്. ഫൗണ്ട് ഗിൽറ്റി എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് 10 വർഷം 409 എന്ന വകുപ്പിൻ്റെ 10 വർഷം വരെയുള്ള ശിക്ഷ കൊടുക്കേണ്ട കോടതിയാണത്. പക്ഷേ ആ കോടതിക്ക് അധികാരമില്ല. 3 വർഷം വരെ അവിടെ കോടതിക്ക് ശിക്ഷ കൊടുക്കാൻ കഴിയുള്ളൂ. അതിനകത്തൊരു പ്രൊവിഷൻ ഇപ്പം 325 CRPC പറയുന്നുണ്ട്. കാരണം ഹയർ ശിക്ഷ കൊടുക്കേണ്ടി വന്നാൽ ആ കോടതിക്ക് അധികാരമില്ലെങ്കിൽ അതിൻ്റെ മേലിലെ കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പ്രൊസീഡിങ്സ് ആയിട്ട് ഇത് കൊടുത്തിട്ട് ആ കോടതിയാണ് ഹയർ ശിക്ഷ വിധിക്കേണ്ടത്. അതേസമയത്ത് ആ കോടതിക്ക് ആ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും റീ എക്സാമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാനും 325 CRPC പറയുന്നുണ്ട്. അപ്പോൾ ആ ലോവർ കോടതിയിൽ ഇതിനകത്ത് ശിക്ഷ 10 വർഷം വരെ ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ആ കോടതി 3 വർഷത്തെ ശിക്ഷ മാത്രം കൊടുത്തിട്ട് അതിനൊരു പ്രൊസീഡിങ്സ് ആയിട്ട് അത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഹയർ ശിക്ഷയ്ക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നിയമപരമായ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ അദ്ദേഹം ഇതിനകത്ത് ഡിഫെൻഡ് ചെയ്ത് ഇത്രയും നാൾ കൊണ്ടുപോയെങ്കിലും അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ കൃത്യമായ ശിക്ഷാവിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് അനിൽ ഇമ്മാനുവലിൻ്റെയും അതുപോലെ സെൻകുമാർ സാറിനെയും ജയമോഹനെയും SP ജയമോഹനെയൊക്കെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. നീതി നടപ്പാക്കുന്നത് എത്ര താമസം. ഞാൻ ഇത് പറയാൻ കാരണം 22 വർഷം പഴക്കമുള്ള ഒരു കേസ് ചങ്ങനാശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതുപോലെ തന്നെ കാണിച്ചിരുന്നു. ഹൈക്കോടതി കൃത്യമായിട്ട് ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ലെറ്റർ അയച്ചിട്ട് ഞാൻ ക്രൈംബ്രാഞ്ചിലെ SITയുടെ DYSP ആയിരിക്കുന്ന സമയത്ത് എനിക്ക് DGP മാർക്ക് ചെയ്ത് ചെന്ന് അതിനകത്ത് കോടതിയിലുണ്ടായിരുന്ന ആ റെക്കോർഡ് ചീറ്റിങ്ങും ഫ്രോഡും ഒക്കെ കാണിച്ചതിൻ്റെ പല റെക്കോർഡുകളും അപ്രത്യക്ഷമായിരിക്കുന്നു. അത് കോടതി സ്റ്റാഫ് മുഖേന. പക്ഷേ ഒരു കൗണ്ട് മാത്രം കൃത്യമായിട്ട് ആ കോടതിയിലുണ്ടായിരുന്നു. കോടതിയിൽ പോയി ഞാൻ ആ മജിസ്ട്രേറ്റിനെ കണ്ട് ആ റെക്കോർഡ് മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ളവർ അത് പരിശോധിച്ച ശേഷം ഒരു കൗണ്ട് മാത്രം ശിക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ആ കേസിനകത്ത് ശിക്ഷിക്കുകയും ചെയ്തു. അപ്പം കോടതിയിലെ പല സ്ഥലത്തും ഇതുപോലെ സ്വാധീനമുള്ളവർക്ക് തീർച്ചയായിട്ടും മാനിപ്പുലേഷൻ നടത്താൻ കഴിയും എന്നാണ് അതിന് ഞാൻ ശ്രീ പണിക്കർ, ഇതിനകത്ത് ഇപ്പോൾ ഈ മന്ത്രിയാകാൻ അവസരം കിട്ടിയതും ഇതേ നീതിന്യായ വ്യവസ്ഥയുടെ മെല്ലെപ്പോക്ക് തന്നെയാണല്ലോ. മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ അതിൽ സ്വാധീനത്തിന്റെ ഇലമെന്റ് ഉണ്ടായിട്ടുണ്ട്. 22 തവണ ഈ കേസ് മാറ്റിവെച്ചപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. പക്ഷേ ഇന്ന് ആന്റണി രാജു പറയുകയാണ് ഞാനോ വക്കീലോ കൃത്യമായിട്ട് ഹാജരായിട്ടുണ്ടെന്ന്. അതാരെ പറ്റിക്കാനാണെന്ന് അറിയില്ല. അപ്പോൾ നിയമത്തിൻ്റെ ഒരു ആനുകൂല്യവും അദ്ദേഹത്തിന് കിട്ടുകയായിരുന്നു, നിയമത്തിന് അതീതമായ ആനുകൂല്യം അല്ലേ? അത് മാത്രമല്ല അന്ന് ആ സമയത്ത് തന്നെ 90കളിൽ തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയതാണ് കേരള പോലീസിന്. എത്ര വർഷം നീണ്ടു? 30-ലേറെ വർഷങ്ങൾ. തീർച്ചയായിട്ടും നമ്മൾ ആരെ പറ്റിക്കാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമ സംവിധാനത്തിനെ പറ്റിക്കാനാണ് അദ്ദേഹം ഇത്രയും കാലം ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം ചെയ്തിരുന്നത് കോടതിയുടെ പരിഗണനയിലുള്ള അല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിലുള്ള തൊണ്ടിയിൽ അദ്ദേഹം തിരിമറി നടത്തി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കുറ്റം. അതുവഴി അദ്ദേഹം ചെയ്തിരുന്നത് എന്തിനെയാണ്? നീതിന്യായ സംവിധാനത്തിനെ മൊത്തത്തിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ ഒരു അണ്ടർവെയർ കേസ് എന്നൊക്കെ പറഞ്ഞ് അതിനെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കൂടുതലായിട്ടും ട്രോൾ ചെയ്യുകയാണെങ്കിലും അതീവ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഒരു കാര്യത്തിനെ ഈ കേസുമായി ബന്ധമുള്ളതല്ലാത്ത മറ്റു വസ്തുക്കളെല്ലാം തന്നെ ഈ പ്രതിയുടെ ഒരു ബന്ധുവിന് വേണ്ടി കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിന് പോകുന്നതും ആ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങുന്നതും. ഇത് അദ്ദേഹത്തിന് അറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ കേസിൽ ജൂനിയറായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായ ആളാണ് ആന്റണി രാജു. തന്നെയുമല്ല, അദ്ദേഹം ഇത് എഴുതി വാങ്ങുന്ന സമയത്ത് അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കടും നീല നിറത്തിലുള്ളതും ബനിയൻ തുണിയിൽ തുന്നിയതുമായ മുഷിഞ്ഞ ജട്ടി 1. അപ്പോൾ അതെന്തായാലും ഈ കേസിലെ തൊണ്ടിയാണ്. അതല്ലാതെ അവിടെ ജട്ടിക്കച്ചവടമൊന്നും അല്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം അത് ഏത് ദിവസമാണ് റിസീവ് ചെയ്തിരിക്കുന്നത്, ഏത് തീയതിയിലാണ് അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒപ്പ്, ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കോടതിയുടെ രേഖകളിലുണ്ട്. അത് തൊണ്ടി രജിസ്റ്ററാണ്. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് ഇത് എഴുതി ഒപ്പിട്ട് വെച്ച് തെളിവുണ്ടാക്കി വെച്ച് വളരെ കൃത്യമായിട്ട് തൻ്റെ ഇൻവോൾവ്മെൻ്റ് അതിൽ തെളിയിച്ചതിന് ശേഷം ഇന്ന് വന്നതിന് ശേഷം ഞാൻ നിരപരാധിയാണ്, നിരപരാധികളും ഈ രാജ്യത്ത് ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജട്ടി അടിച്ചു മാറ്റി അളവ് തയ്പ്പിച്ച് കുറച്ചതിന് ശേഷം തിരികെ കൊണ്ട് കോടതിയിൽ കൊടുത്തതിൻ്റെ പേരിൽ ഇന്നേ വരെ 3 വർഷം ജയിലിൽ കടന്നിരിക്കുന്ന മറ്റ് നിരപരാധികളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കൃത്യസമയത്ത് നമ്മൾ പറയും പലപ്പോഴും ഈ ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? കൃത്യസമയത്ത് ഇതിൽ അന്വേഷണം നടന്ന് കൃത്യസമയത്ത് ഇതിൽ നീതി പുറപ്പെടുവിക്കുന്നതിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആന്റണി രാജു നമ്മുടെ നാട്ടിലൊരു മന്ത്രി ആവില്ലായിരുന്നു. ഒരു 2.5 വർഷത്തെ കാലയളവിലേക്കാണെങ്കിലും അദ്ദേഹം ഈ കേരളത്തിലെ സംസ്ഥാനത്തെ
വലിയ ഭരണ നിയന്ത്രണത്തിലുള്ള ഒരു വകുപ്പിന്റെ മന്ത്രിയായിരുന്നു എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ നിയമനീതി സംവിധാനത്തിനെ എല്ലാം തന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ച ഒരാളാണ് നമ്മുടെ മന്ത്രിയായിരുന്നത് എന്നുള്ളത് ഒരു വസ്തുത. രണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് നോക്കൂ, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന മറ്റുമാണ്. ജനാധിപത്യം എന്നാണ് അതിൽ പറയുന്നത്. ഒരു തരത്തിലുള്ള ജനാധിപത്യവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലില്ല. കാരണം ജനാധിപത്യത്തിൽ തന്നെ അതിന്റെ കാവൽ നായകൾ, നമ്മൾ ഈ വാച്ച് ഡോഗ്സ് എന്നൊക്കെ പറയുന്ന ചില സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളെ അടിമുടി കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. സത്യത്തിൽ അദ്ദേഹം ചെയ്തിരുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ. കേവലം ഒരു തൊണ്ടിയിൽ കൃത്രിമത്വം കാണിക്കുക എന്നുള്ളതല്ല. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഒരു വിദേശ പൗരൻ 61 ഗ്രാം മയക്കുമരുന്ന് തന്റെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെട്ട ഒരു വിദേശ പൗരനെ ആ തെളിവ് മറച്ചതിന് ശേഷം അയാളെ ആ കേസിൽ നിന്ന് ഊരിയെടുത്ത് അയാൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനുള്ള സേഫ് റൂട്ട് ഉണ്ടാക്കി കൊടുത്തയാളാണ് ആന്റണി രാജു. അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റ്. അപ്പോൾ ഒരു മയക്കുമരുന്ന് കേസിൽ നമുക്കറിയാമല്ലോ, ഇന്നത്തെ സർക്കാർ, ആന്റണി രാജു തന്നെ 2.5 വർഷം മന്ത്രിയായിട്ടിരുന്ന സമയത്ത് കേരള സർക്കാരിന്റെ മയക്കുമരുന്നിന് എതിരായിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഡ്രൈവുകളും ഒക്കെ എങ്ങനെയാണ് നടത്തിയതെന്നുള്ളത് നമുക്കറിയാം. എന്ത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് അദ്ദേഹം അതിലൊക്കെ പങ്കെടുത്തത്? അതിലൊക്കെ പങ്കെടുക്കാനുള്ള ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന് എന്തായിരുന്നു? അതാണ് ആലോചിച്ച് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ പെട്ടിരുന്ന ഒരു പൗരനെ അദ്ദേഹം അതിൽ നിന്ന് ഊരിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. 2, അതൊരു വിദേശ പൗരനാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ പല വിദേശികളും നമ്മുടെ നാട്ടിൽ വന്നിട്ട് പല ക്രൈമും ചെയ്തതിന് ശേഷം ഉന്നത രാഷ്ട്രീയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്രയോ കഥകൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന മറൈൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇപ്പോഴും അതിന്റെ വാദപ്രതിവാദങ്ങൾ തീർന്നിട്ടില്ല. മാത്രമല്ല, ആന്റണി രാജു രക്ഷിച്ച ഓസ്ട്രേലിയൻ പൗരൻ അവിടെ പോയി മറ്റൊരു കൊലപാതക കേസിൽ ജയിലിലാവുകയും ചെയ്തു. മഞ്ജുഷ്, ഇതിന്റെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കേസിൽ അദ്ദേഹത്തിന്റെ അവിടെ ഓസ്ട്രേലിയയിൽ വെച്ചുണ്ടായിരുന്ന കേസ് എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഓസ്ട്രേലിയയിലുള്ള ഒരു സുഹൃത്ത് വഴി അതിനുവേണ്ടി ശ്രമിച്ചു. അതിന്റെ കേസ് ഏതാണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അവിടെ നിന്ന് ജഡ്ജ്മെന്റ് കിട്ടണമെങ്കിൽ എത്രയോ ഓസ്ട്രേലിയൻ ഡോളർ നമ്മൾ പണമടയ്ക്കണം. അങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ട് പണമടച്ചിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫുൾ ഹിസ്റ്ററി എടുത്തതാണ്. ആ ഹിസ്റ്ററി എടുത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അയാൾ അവിടെ ചെന്നിട്ട് ഇസ്മത്ത് ഷൈഗ്രിയ ബല്ല എന്ന പേരിലുള്ള ഒരു വ്യക്തിയെ കൊല ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. ഇയാളും വെസ്ലി ജോൺ പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുപ്രതിയും കൂടി ചേർന്നിട്ട് ഈ 2 പേരും കൂടി കൊല ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ, ഈ വെസ്ലി ജോൺ പോൾ എന്ന് പറയുന്ന കൂട്ടുപ്രതി, അയാളെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന 2 ഡിറ്റക്റ്റീവ് സീനിയർ കോൺസ്റ്റബിൾസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അയാളാണ് പറയുന്നത്, കേരളത്തിൽ നിന്ന് ഇതേപോലെ ഒരു തട്ടിപ്പ് തൊണ്ടിയിൽ തിരിമറി കാണിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നതാണെന്ന് എന്നോട് ഇയാൾ വീമ്പ് പറഞ്ഞു എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് പിന്നീട് പൊങ്ങുന്നത്. തന്നെയുമല്ല, ആ കേസിൽ തന്നെ ഈ 2ാമത്തെ കേസ് പരിഗണിക്കുന്ന സമയത്ത് അതിൽ അയാളുടെ കൊലക്കുറ്റം പ്രൂവ് ചെയ്തില്ല. പക്ഷേ ഈ ബോഡി മറവ് ചെയ്തിരിക്കുന്നത് ഇയാളാണ് എന്നും അത് അനധികൃതമാണ് എന്നും കണ്ടിട്ട് 2 കൊല്ലത്തെ സെന്റൻസ് ആയി ആ കേസിൽ അവിടെ കിട്ടി. പക്ഷെ ആ കേസുമായി ബന്ധപ്പെട്ട് 1998 മാർച്ച് മാസം വിക്ടോറിയ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. ആ വിധിയിൽ ഇയാളുടെ കണ്ടക്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഈ കടന്നുപോയ ജട്ടിക്കേസിലെ പ്രതിയെക്കുറിച്ച് കോടതി പറയുന്ന, വിക്ടോറിയൻ സുപ്രീം കോടതി പറയുന്നത്, അയാളെ ലഹരി വിമുക്ത മാർഗത്തിലേക്ക് കൊണ്ടുപോയി കംപ്ലീറ്റ്ലി ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ശ്രമങ്ങളെല്ലാം ഏതാണ്ട് സക്സസ്ഫുൾ ആണ് എന്നാണ്. എന്ന് വെച്ചാൽ അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ളത് അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. അങ്ങനെയുള്ള ആളിന്റെ കയ്യിലാണ് നമ്മൾ ഈ 61 ഗ്രാം ഹാഷിഷ് കണ്ടത്. അല്ലാതെ ഇയാള് നിഷ്കളങ്കനായിട്ടുള്ള പാൽക്കുപ്പിയോ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയാണ് ആന്റണി രാജു ഈ കളവ് കാണിച്ചത്. അങ്ങനെ ഒരു കളവ് കാണിച്ച ആളെയാണ് കേരളം 2.5 വർഷം മന്ത്രിയായി സഹിച്ചത്. 2.5 വർഷം മന്ത്രിയായിട്ട് സഹിച്ചു. മയക്കുമരുന്ന് കേസിലുള്ള ആളാണ്, വിദേശ പൗരനാണ്, അയാൾ ഒരു സീരിയൽ ഒഫൻഡർ ആണ്. അയാൾ ഒരുപക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അയാൾ ഇവിടെ നിന്ന് കൃത്യമായിട്ട് അയാൾക്ക് ആ പറയുന്ന 10 വർഷത്തെ ശിക്ഷ കിട്ടിയ അയാൾ ഇവിടെ കിടക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു നാട്ടിൽ പോയിട്ട് വേറൊരു ക്രൈം പോലും അയാൾ ചെയ്യില്ലായിരുന്നു. മറ്റൊരു കാര്യം കൂടിയാണ്, ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലാവധി കഴിയുന്നു, അപ്പോൾ MLA സ്ഥാനം പോയാലും കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല, അതേ ഉള്ളൂ. അതല്ലാതെ വലിയ നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുന്നണിക്ക് LDFന് തലയൂരാം, ഇല്ല ഇത് പറഞ്ഞുകൊണ്ട്, അല്ല ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ഇതിനെ കാണാം, ഒരു പ്രതികരണവും നടത്താതെ. എന്നോടാണോ ചോദ്യം? അതെ അതെ, തീർച്ചയായിട്ടും. നോക്കൂ, അത് ഏത് കേസിലാണ് LDF സമ്മതിച്ചിട്ടുള്ളത്? ഇത് ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരാളിന്റെ ഒരു പ്രശ്നമാണ്, ഏത് കേസിലാണ് പറയുന്നത്? നമ്മളിപ്പോ 2 കേസുകൾ കണ്ടതല്ലേ. ഇപ്പോ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ശബരിമല കേസ് നടക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ MV ഗോവിന്ദനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? പത്മകുമാർ MLA അല്ലല്ലോ എന്ന് പറഞ്ഞു. മുകേഷുമായി ബന്ധപ്പെട്ട്
രാഹുൽ മാങ്കൂട്ടത്തിലിനെ സമാധാനമായിട്ട് മറ്റൊരു കേസ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് എന്താണ്? അന്നേരം ആ MLA അല്ലല്ലോ എന്നുള്ളതല്ല, പാർട്ടിയുടെ വേറെ അംഗമല്ലല്ലോ, പാർട്ടിയുടെ നേരിട്ടുള്ള ആളല്ലല്ലോ, ഏതെങ്കിലും കമ്മിറ്റിയിലുള്ള അംഗമല്ലല്ലോ എന്നൊക്കെ പറയുക. അപ്പൊ ന്യായം കണ്ടുപിടിക്കുന്നതിന് ഇവർക്ക് പലതും ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഇപ്പൊ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒറ്റയാൾ പാർട്ടി എന്ന രീതിയിലാണ്. കുറച്ച് അണികളും കുറച്ച് നേതാക്കളുമുള്ള ഒരു പാർട്ടി. അതിന്റെ തലപ്പത്ത് ആന്റണി രാജു. CPM അല്ല, മറ്റൊരു ഇതാണ്. ഇപ്പൊ മന്ത്രിയല്ല, ഞങ്ങൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലേ, അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്ക് ജയിച്ചു വന്നിരിക്കുന്ന MLA ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം ന്യായവാദങ്ങൾ ഫാക്ട് ഓഫ് ദ മാറ്റർ. പക്ഷെ ഞാൻ പറയുന്നത് ഫാക്ട് ഓഫ് ദ മാറ്റർ എന്താണ്? ആ ഫാക്ട് ഓഫ് ദ മാറ്റർ ആണ് നമ്മൾ ചേസ് ചെയ്യേണ്ടത്. നമ്മൾ ഈ അടിവസ്ത്രം എന്നൊക്കെ ഉള്ള കാര്യത്തിനെ എല്ലാം മാറ്റി വെച്ചിട്ട് ഫാക്ട് ഓഫ് ദ മാറ്റർ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ടിയിൽ തിരിമറി നടത്തി കോടതിയെ കബളിപ്പിച്ച് മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദേശ പൗരനായിട്ടുള്ള ഒരാളിനെ, സീരിയൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരാളിനെ രാജ്യത്ത് നിന്ന് കടന്നു കളയുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. അതൊരു ചെറിയ ക്രൈമല്ല, അതൊരു വലിയ ക്രൈമാണ്. 3 വർഷത്തെ തടവ് ശിക്ഷ അല്ല അതിന് ഡിസർവ് ചെയ്യുന്നതാണ് വ്യക്തിപരമായിട്ട് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഇങ്ങനെ ഒരാളെ കൊണ്ടു നടന്നു എന്നുള്ളതാണ് LDFന് നാണക്കേട് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിയാം. ആ സമയത്ത് പ്രതി മാത്രമായിരുന്നു, കുറ്റക്കാരനായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാം. പക്ഷെ ഇത് നാണക്കേട് തന്നെയാണ്. ഇതിനകത്ത് എന്താ LDF നാണക്കേട്? ഇദ്ദേഹം ഒരു കാലയളവിൽ 4.5 വർഷക്കാലത്തോടെ UDF-നോടൊപ്പം ഉണ്ടായിരുന്ന വിജയ് ജോസഫ് സാർ മന്ത്രിയായിരുന്നു. അന്നത്തെ MLA അല്ലെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ശിക്ഷ ഇപ്പൊ വിധിച്ചെങ്കിൽ ഇതിനു മുമ്പും കേരളത്തിൽ മന്ത്രിയായിരുന്നവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അത് അഴിമതിയുടെ കേസില്ല. ഇടപെടൽ കേസിൽ R ബാലകൃഷ്ണൻ സാറിന് 1 വർഷം ശിക്ഷിച്ചു. അതുകൂടാണ്ട് തന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതും സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിലൊന്നുമല്ല. ഇതൊന്നും ആ അദ്ദേഹത്തിനെ വഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വീക്ക്നെസ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരാൾക്ക് മന്ത്രിയാകാൻ പറ്റത്തില്ല. ജയിൽ ശിക്ഷ 2 വർഷത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മന്ത്രിസഭയിൽ പ്രവേശിക്കുന്നവരോ മന്ത്രിയാവുന്നതിന് MLA ആവുന്നതിന് തടസ്സമില്ലാത്തൊരു രാജ്യത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിനെ ശിക്ഷിച്ചിട്ടില്ല, അതിപ്പോഴാണ് ശിക്ഷിക്കുന്നത്. ഇതൊന്നും ഗവൺമെന്റ് മുമ്പിൽ ഇല്ലായിരുന്നു. വാസം പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ശിക്ഷിച്ചിരിക്കുന്നതിന്റെ ശരി തെറ്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല. അപൂർവമായ ഒരു കേസാണിത്. ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് വിശദീകരിച്ചതാണ്. അദ്ദേഹം തെറ്റിയതിനോട് ശിക്ഷിക്കപ്പെടട്ടെ, അതിനകത്ത് നമുക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇപ്പൊ LDFിനകത്ത് പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാത്ത ആളാണെന്നൊക്കെ പറഞ്ഞ അവകാശമൊന്നും ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ടില്ല. അദ്ദേഹം തെറ്റുകാരാണ്, അദ്ദേഹം ശിക്ഷ ഏറ്റുവാങ്ങട്ടെ, അദ്ദേഹത്തിന് മേൽക്കോടതിയിൽ പോവാം, അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളോട് ഉന്നയിക്കാം. ഇതുപോലെ തന്നെ കേരളത്തിന്റെ പരമോന്നത കോടതി ഇത് തെളിവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എഴുതിത്തള്ളി അദ്ദേഹത്തിനെ മോചിപ്പിച്ചതാണ്. കേരളത്തിന്റെ പോലീസ് സേനയും തെളിവില്ല എന്ന് പറഞ്ഞു. പിന്നീടാണത് ഓസ്ട്രേലിയ വഴി ഒരു മൊഴി ഇവിടെ എത്തുന്നത് അദ്ദേഹത്തിന് സാധൂകരിച്ചെന്നൊക്കെയാണ് ഇവിടെ കഥകൾ വരുന്നത്. എന്തായാലും 35 വർഷം അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഇത് രാഷ്ട്രീയമാണ്, കേസിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്, ഞാൻ നിരപരാധിയാണ് എന്നൊക്കെയാണ്. അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിന്റെ നിയമ പാണ്ഡിത്യം കൊണ്ട് അദ്ദേഹം നിരപരാധി ആയിരിക്കാം. നിരപരാധികൾ എത്രയോ പേരെ അവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ നിരപരാധികള് ഇന്ത്യയിൽ തന്നെ 56,000. താങ്കൾ ഇതിനകത്ത് രാഷ്ട്രീയം താങ്കൾ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു രാഷ്ട്രീയം താങ്കൾ കാണുന്നുണ്ടോ ഇതിനകത്ത്? എന്ത് രാഷ്ട്രീയം? അല്ല, അദ്ദേഹം പറയുന്നത് തന്നെ രാഷ്ട്രീയമായിട്ടാണ് ഈ കേസ് എടുത്തതെന്ന്. കാരണം 2002 കുറ്റക്കാരനല്ലെന്ന് റിപ്പോർട്ട് വരുന്നു. 2002 പോലീസ് റിപ്പോർട്ട് തെളിവില്ലെന്നായിരുന്നു. 2005 പുനരന്വേഷണം, ഉടൻ തന്നെ കുറ്റപത്രം. ഇതാണ് അദ്ദേഹം ആയുധമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത് രാഷ്ട്രീയമാണെന്ന്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നുവല്ലോ. അത് ന്യായമാണെന്ന് ഞാനും കേട്ടാണ് അദ്ദേഹം പറയുന്നത്. അതല്ലാണ്ട് പിന്നെ ഇതിന്റെ താഴ്വഴിയിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാകും. ഉമ്മൻചാണ്ടി സർക്കാർ അദ്ദേഹത്തിലൂടെ മാത്രമല്ല ചെയ്തിരിക്കുന്നത്. 2016 അധികാരം ഒഴിയുന്നതിന് 1 മാസം മുമ്പ് നടന്ന അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് കോടതിയെല്ലാം എഴുതിത്തള്ളി കുറ്റബോധത്തിലാക്കപ്പെട്ട ബഹുമാനപ്പെട്ട പിണറായി വിജയനെ അദ്ദേഹത്തിന് രാഷ്ട്രീയ വിഭാഗം തറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ഈ ലാവ്ലിൻ കേസ് റീഓപ്പൺ ചെയ്ത് അതിപ്പോ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ UDF സർക്കാർ അങ്ങനെ ഒത്തിരി പേരെ അല്ല, ഇവിടെ ആ ഒപ്പ് തന്റേതല്ലെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഫോറൻസിക് പരിശോധനയിൽ ആ ഒപ്പ്, തൊണ്ടി രജിസ്റ്ററിലെ ഒപ്പ് അദ്ദേഹത്തിൻ്റെതായിരുന്നു. അപ്പോൾ തെളിവുണ്ട്. അല്ല, തെളിവില്ലാത്ത കാര്യത്തിലല്ല സെൻകുമാർ അന്ന് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ അത് ശരിയാണ് എന്ന് കണ്ട് ഇദ്ദേഹത്തെ 2ാം പ്രതിയാക്കിയത്. അല്ല, അത് വേറൊരു കാര്യമുണ്ട്. ആ പേഴ്സണൽ ബിലോങ്ങിങ്സിന് വേണ്ടിയിട്ടാണ് അത് അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം കോടതിയില് ഈ ഒപ്പിട്ട് കൊടുത്തത്. അതിന്റെ കൂട്ടത്തിൽ ഈ ഷഡ്ഡി ഉണ്ടായിരുന്നു. ഈ ഷഡ്ഡി അതിലേക്ക് കടത്താനായിട്ട് സഹായിച്ച ആളാണ് അവിടുത്തെ ക്ലർക്ക്, കോടതിയിലെ ക്ലർക്ക് എന്നാ പറയുന്നത്. ഈ 20 മുതൽ സൂക്ഷിക്കുന്ന ക്ലർക്ക് നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന വിവരം അത് അദ്ദേഹത്തിന് വാദിക്കാം. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരാൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ആ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള അവകാശം അതിന് പൂർണ്ണാവകാശമുണ്ട്. ഒരു സംശയമില്ല. ഇല്ല, കോടതിയിൽ അദ്ദേഹം നിരപരാധിത്വം പറഞ്ഞിട്ടുമില്ല. അത് നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ആസഫ് അലി അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. സാങ്കേതികത്വമായിരുന്നു അല്ലേ ശ്രീ ആസഫ് അലി? ഇതിൽ റെജി പറയുന്നത് ഈ ബെഞ്ച് ക്ലർക്കിന്റെ കാര്യമാണ്. ബെഞ്ച് ക്ലർക്ക് അല്ല, കോടതിയിലെ അല്ലേ, കോടതി ക്ലർക്ക്. ഇതില്ലേ ഇപ്പൊ അദ്ദേഹത്തിന്റെ ബൈറ്റ് നമ്മൾ കണ്ടില്ലേ, ആന്റണി രാജുവിന് ഞാൻ നിരപരാധിയാണ്.
ഈ പേഴ്സണൽ ബിലോങ്സിന് വേണ്ടി ഹർജി കൊടുത്തത് ആരാണ്? ആന്റണി രാജുവാണ്. ആ കൊടുത്ത ആവശ്യപ്പെട്ട മുതലുകളല്ല ആ മുതലുകളോടൊപ്പം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിലൊരു ലാർജർ കോൺസ്പിറസി ഉണ്ട്. ഇപ്പൊ പറയുന്നു MP മാരും MLA മാരും മന്ത്രിമാരുടെ പേരിൽ കേസ് സ്വാഭാവികമാണ്. പക്ഷെ ആ കേസുകളുടെ നേച്ചറും ഈ കേസും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ കേസിന് പ്രക്ഷോഭത്തിന്റെ പേരിൽ നമ്മൾ MLA മാർ ഇലക്ഷനിൽ മത്സരിക്കുന്ന അവസരത്തിൽ 100-150 കേസുണ്ടവരെ പേരിൽ. ഈ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തെ കളങ്കപ്പെടുത്തുന്നു. എന്തിനു വേണ്ടി? ഒരു വിദേശിയായ ഒരു മയക്കുമരുന്നുകാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അവനിപ്പോ 10 കൊല്ലത്തെ തടവും 1 ലക്ഷം രൂപയും അവൻ ഫ്രീ ആയി പോയില്ലേ പുറത്ത്. അപ്പോ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു കൺവിക്ഷൻ വന്നാൽ മാത്രം, കൺവിക്ഷൻ വന്നാൽ പറയും അപ്പീൽ കോടതിയുണ്ട്, ഒരു അപ്പീൽ കഴിഞ്ഞാൽ പറയും സുപ്രീം കോടതിയുണ്ട്. അതല്ല വിഷയം. കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണ്? ഒരു പ്രക്ഷോഭത്തിന് നമ്മള് ആയ സമരമാര് അവരെ വേതനത്തിന് വേണ്ടി സമരം ചെയ്ത് ജയിലിൽ പോയ മാതിരിയല്ല ഇത്. ഈ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ അത്യപൂർവമാണ്. ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ മെയിൻ വാദം എന്താണ്? ഇത് കോടതിയുടെ കസ്റ്റഡിയിലുള്ള ഒരു മുതല് ഭേദഗതി വരുത്തിയാൽ അത് കോടതി പരാതി കൊടുക്കണം, പോലീസിന് അന്വേഷിക്കാൻ പറ്റൂല, കുറ്റപത്രം കൊടുക്കാൻ പറ്റൂല. അല്ലാതെ ഞാൻ നിരപരാധിയാണ്, ഞാൻ ഹാജരായതാണ് ആ കേസിൽ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ നിരപരാധിയാണ്, ഞാൻ ഇതുമായി യാതൊരു ബന്ധമില്ല, ഞാൻ ഈ തൊണ്ടി മുതലിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല, ഞാൻ കൈവറ്റിയിട്ടില്ല, ഞാൻ റെസീറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള വാദമൊന്നും ആ ജഡ്ജ്മെന്റ് ഇവിടെ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. ആ ജഡ്ജ്മെന്റിൽ എവിടെയെങ്കിലും ഇന്ന് ആന്റണി രാജു പറഞ്ഞ വാദം പറഞ്ഞിട്ടില്ലല്ലോ. അല്ല ശ്രീ ആസഫലി, പക്ഷേ ഈ ആന്റണി രാജുവിന്റെ ഒപ്പ് എങ്ങനെ അങ്ങനെ ഒരു തെളിവും അവശേഷിപ്പിക്കാൻ സാധ്യതയില്ലാത്തതാണല്ലോ. പക്ഷെ എങ്ങനെ ഈ തൊണ്ടി മുതൽ അത് റിസീവ്ഡ് എന്നതിലും റിട്ടേൺ എന്നുള്ളതിലും ആന്റണി രാജുവിന്റെ ഒപ്പ് വന്നു? അതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ ആന്റണി രാജു കൈപ്പറ്റി എന്നുള്ള കാര്യം. ആന്റണി രാജു ഈ തൊണ്ടി മുതൽ കൊടുക്കാനേ പാടില്ല. മജിസ്ട്രേറ്റ് ഓർഡർ ആക്കിയിരിക്കുന്നത് ഈ തൊണ്ടി മുതൽ MO2 അല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ആണ്. അവിടെയാണ് വിദേശത്തെ ജയിലിൽ വെച്ച് ഈ ആസ്ട്രേലിയക്കാരുടെ മൊഴി അവിടെ കോടതിയിലെ ക്ലർക്കിന് പണം കൊടുത്തിട്ടാണ് ഞാനിത് കൈകാര്യം ചെയ്തതെന്ന് പറയുമ്പോൾ ആ ക്ലർക്കും ഇത് കൈപ്പറ്റിയ വ്യക്തിയും തമ്മിൽ ഒരു കോൺസ്പിറസി എവിഡന്റ് അല്ലേ? അങ്ങനത്തെ ഒരാളെ ആ കുറ്റകൃത്യം കോടതിയിൽ ആ കേസ് പരിഗണിക്കുന്നു എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? പണ്ട് MP ഗംഗാധരൻ എന്ന് പറഞ്ഞൊരു മന്ത്രി രാജിവെക്കേണ്ടി വന്നു. എന്താ കാരണം എന്നറിയോ? അദ്ദേഹത്തിന്റെ മകളെ പ്രായം ചെയ്യാണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്നാണ്. വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരു മന്ത്രി രാജിവെച്ചു ഉമ്മൻചാണ്ടിന്റെ മന്ത്രിസഭയിൽ. എന്താണ്? ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയതിന്റെ പേരിലാണ്. ഇത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് കോടതിയിൽ കുറ്റപത്രവും വിചാരണയും നേരിടുന്നു. കുറ്റപത്രം കൊടുത്ത് വിചാരണ നേരിടുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത് അറിഞ്ഞുകൂടായിട്ടാണോ? സാർ, ഇതൊരു സാധാരണ 2021 കാര്യമാണല്ലോ. മന്ത്രിയാക്കുന്ന സമയത്തെ കാര്യമല്ലേ പറയുന്നത്, 2021 അല്ലേ? പക്ഷെ അത് മാത്രമല്ലോ ശ്രീ ആസഫ് അലി, ആ സമയത്ത് എന്തുകൊണ്ട് ഇത്രയും താമസം കോടതിയിൽ ഡിലേ വരാറുണ്ട്? അല്ലെ, അതിൽ ഈ കേസിലെ ഈ താമസത്തിന് എന്തെങ്കിലും കാരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? 2014 തുടങ്ങിയ വിചാരണ ഇത്രയും നീണ്ടുപോയതിൽ? ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കോടതിയിൽ ഒരു എക്സംഷൻ പെറ്റീഷൻ കൊടുക്കുന്നു, ആ എക്സംഷൻ അനുവദിക്കുന്നു. അത് ടേക്കപ്പ് ചെയ്യേണ്ടത് പ്രോസിക്യൂഷനാണ്. ഇങ്ങനൊരു അതീവ ഗുരുതരമായ കേസ് ഇവിടെ നിലവിലുണ്ട്, ഇയാൾ എക്സെപ്റ്റഡ് ആണ്, പെട്ടെന്ന് വിചാരണ എടുക്കണമെന്ന് പറയുന്നത് പ്രോസിക്യൂട്ടറാണ്. അവിടെ വാദിയും പ്രതിയും നിശബ്ദരായിരിക്കുന്നു. 2021 വരെ നിരവധി ഗവൺമെന്റുകൾ മാറി വന്നപ്പോൾ കോടതിയുടെ ശ്രദ്ധയിൽ വരുത്തേണ്ടത് പ്രോസിക്യൂഷനാണ്. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി, നമ്മുടെ ബഹുമാന്യനായ മാധ്യമപ്രവർത്തകൻ ഈ വിഷയത്തിന്റെ പിന്നാലെ വന്നതുകൊണ്ടാണല്ലോ ഇതിന് വിളിച്ചു കാണാൻ സാധിച്ചത്. അപ്പൊ കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ നീണ്ടുപോകുന്നത് കോടതിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കോടതി ജുഡീഷ്യൽ ഓഫീസർമാർ ഇങ്ങനെ മാറി മാറി വരുന്നു. കോടതിയിൽ എക്സംപ്റ്റഡ് ആയ കേസ് പലപ്പോഴും വിളിക്കില്ല. അതിന്റെ അർത്ഥം കോടതി ഇതിനെല്ലാം കൂട്ടുനിന്നു എന്നല്ല. ഇതെല്ലാം അറിയുന്ന ആൾ ആരുണ്ട്? നമ്മുടെ ഭരണകർത്താക്കൾ ഇതെല്ലാം അറിയുന്ന ആളല്ലേ. ഈ കേസിന്റെ അസാധാരണത്വം നന്നായി അറിയുന്നവരല്ലേ നമ്മുടെ ഭരണകൂടം. ഈ സെൻകുമാർ ഇത് തുടരന്വേഷണം വീണ്ടും നടത്തേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലെന്ത് രാഷ്ട്രീയമാണ്?
രാഷ്ട്രീയമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു കള്ളക്കേസായി എക്വിറ്റ് ചെയ്ത് അത് ഫോൾസ് കേസാണെന്നൊരു ഫൈലിംഗ് വന്നെങ്കിൽ ഇതൊരു ടെക്നിക്കൽ ഒഫൻസ് അല്ലേ ഇത്? ഈ തൊണ്ടി മുതൽ വാങ്ങിയിരിക്കുന്നു, ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു ആ അഭിഭാഷകനാണ്. അതിൽ മാറ്റം വന്നിരിക്കുന്നു. ചോദിച്ചിരിക്കുന്നത് പേഴ്സണൽ ബിലോങ്ങിങ്സ് ഓഫ് ദി അക്യൂസ്ഡ് ആണ്. ശരിയാണ്. ശ്രീ ജോർജ് ജോസഫ്, മറ്റു സംശയമുള്ളത് ഇദ്ദേഹം ജൂനിയർ വക്കീലായിരുന്നു. അപ്പോൾ സീനിയർ വക്കീലിന്റെ നിർദ്ദേശപ്രകാരമല്ലേ ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്നുകൂടി ഉണ്ടല്ലോ. പക്ഷേ സീനിയർ വക്കീലിന്റെ മൊഴി രണ്ട് തരത്തിലുള്ളതുമായിരുന്നു അല്ലെ അവസാനം? പക്ഷേ ഇദ്ദേഹത്തിനെതിരെയുള്ള മൊഴിയാണ് വന്നത്. അതെ അതെ, അതുകൊണ്ട് അപ്പിയറൻസിന് കോടതിയിൽ പോയതും തുണ്ടി. കാരണം മറ്റേ സീനിയർ വക്കീലിൻ്റെ ജൂനിയർ ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാകുകയും ചെയ്യും. ആ വക്കാലത്തിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പുകൊണ്ട്. തന്നെയുമല്ല, കോടതിയിലെ അപേക്ഷകളൊക്കെ കൊടുക്കുന്നത് ആ സീനിയർ വക്കീലില്ലാത്തപ്പോൾ ജൂനിയർ വക്കീൽ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണല്ലോ അത് ഒപ്പിട്ട് വാങ്ങിച്ചത്. അതുകൊണ്ട് ഇതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നില്ല ഹൈക്കോടതിയിലെ ഒരു സ്റ്റേയോ ഒരു സസ്പെൻഷനോ ഈ ജഡ്ജ്മെൻറ്റിന് അല്ലെങ്കിൽ സെൻറ്റൻസിനോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഹയർ പണിഷ്മെൻറ്റിലേക്ക് പോകും 409 അനുസരിച്ച്. കാരണം അത് ഈ കോടതിക്ക് അധികാരമില്ല. ഞാൻ അതുകൊണ്ടാണ് ആ പോയിന്റ് പറയുന്നത്. അതുകൊണ്ട് ഇത് 1 മാസത്തിനകം ഇത് സസ്പെൻഡ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ജയിലിലോട്ട് പോകേണ്ടി വരും എന്നാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളെല്ലാം പ്രോസിക്യൂഷൻ അവിടെ പറഞ്ഞെങ്കിൽ മാത്രമേ അതിനകത്ത് ഒരു നീതി നടപ്പാക്കിയെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. 30-36 വർഷമായില്ലേ ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴൊരു ശാന്തത വന്നെങ്കിലും ഇനി ഹൈക്കോടതി കിടന്ന് സുപ്രീം കോടതി വരെ പോവും. അതുകൊണ്ട് ഇത് നീതി നടപ്പാക്കിയെന്ന് നമുക്ക് പറയാറായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീജിത്ത് പണിക്കർ, ഇനി ഇതിനകത്ത് ഈ ആന്റണി രാജുവിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന ശിക്ഷ എന്താണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. പക്ഷേ ഹൈക്കോടതി സ്റ്റേയോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ അതിനും സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. എന്ത് നഷ്ടം ഈ കേസ് കൊണ്ട് ആന്റണി രാജുവിനുണ്ടാകും? അല്ല, നഷ്ടം അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മുന്നണി അദ്ദേഹത്തിന് ഇതിന്റെ പേരിൽ കൈയൊഴിയുമെന്നൊന്നും തന്നെ ഞാൻ കരുതുന്നില്ല. കാരണം ഇതൊരു മുഷിഞ്ഞ ജട്ടി എന്ന് കോടതിയുടെ പേജുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിനേക്കാൾ മുഷിഞ്ഞ കേസുകളുള്ള നിരവധി ആൾക്കാരെ അബ്സോർബ് ചെയ്യുന്നതിന് എല്ലാ മുന്നണികളും തയ്യാറായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടൊരു വനവാസത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പാർട്ടി അദ്ദേഹത്തിനെ അയക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതെങ്കിലും മുന്നണി അങ്ങനെ അയക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ സത്യത്തിൽ ചെയ്യേണ്ടത് ആരാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആൾക്കാർ പ്രതികരിക്കേണ്ടത്, ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ജനം തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് കാണിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ അതിന് ഒരുപക്ഷെ അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അയോഗ്യത വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉടനെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ മത്സരിക്കാനായിട്ട് സാധ്യമല്ല. സത്യത്തിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയ വനവാസം കൽപ്പിച്ചു കൊടുക്കേണ്ടത് ജനങ്ങളുടെ തീരുമാനമായിരിക്കണം. ജനങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള തീരുമാനം എടുക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ആന്റണി രാജുവിനെ ന്യായീകരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ എനിക്ക് അവരോടുള്ള വളരെ നിസ്സാരമായിട്ടുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കാനായിട്ടുള്ളൂ. അതായത് ഈ വാദത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രതി പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ ചൂട് ഭയങ്കര കൂടുതലായതുകൊണ്ട് താൻ അടിവസ്ത്രം ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അടിവസ്ത്രം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അടിവസ്ത്രത്തിൽ ഈ ഹാഷിഷ് വെക്കാനായിട്ട് കഴിയുമല്ലോ. അതുകൊണ്ട് ഈ പ്രതിയുടെ വാദം എന്ന് പറയുന്നത് താൻ അടിവസ്ത്രം ഉപയോഗിച്ചില്ല എന്നാണ്. അപ്പൊ ആ വാദം മുന്നോട്ട് വെക്കുന്ന ആന്റണി രാജു എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വക്കീലിനും അതറിയാം. അപ്പൊ അടിവസ്ത്രം ഇദ്ദേഹത്തിൻ്റെതല്ല എങ്കിൽ, അദ്ദേഹം അടിവസ്ത്രം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, പേഴ്സണൽ ബിലോങ്ങിങ്സ് ആയിട്ട് പോലും ഈ അടിവസ്ത്രം എങ്ങനെയാ പോയി ഒപ്പിട്ട് കൊണ്ടുവരിക? അദ്ദേഹത്തിന് അടിവസ്ത്രം ഇല്ലല്ലോ. അതാണല്ലോ ഇവരുടെ കേസ്. അപ്പൊ പിന്നെ പേഴ്സണൽ ബിലോങ്ങിങ്സിൽ എങ്ങനെയാണ് ഈ അടിവസ്ത്രം വരിക? എന്നിട്ട് എന്ത് സാഹചര്യത്തിലാണ് 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പൊടുന്നനെ ഒരു ബോധോദയം ഉണ്ടായിട്ട് ഇത് തിരിച്ചവിടെ കൊണ്ടു കൊടുക്കുക? റിസീവ്ഡ് എന്നും റിട്ടേൺഡ് എന്നും വളരെ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്തിനാ ഈ 4 മാസം അത് കയ്യിൽ വെച്ചത്? പിന്നീട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഫോറൻസിക് സയൻസ് ലാബ് ഉണ്ടല്ലോ, FSL ഉണ്ടല്ലോ. FSL കൊണ്ടുപോയിട്ട് ഇത് പരിശോധിച്ചല്ലോ. പരിശോധിച്ച സമയത്ത് അവരുടെ റിപ്പോർട്ട് എന്തായിരുന്നു? അവർ കണ്ടെത്തിയത് എന്തായിരുന്നു? ഇത് അളവ് ചെറുതാക്കി എന്ന് തന്നെയല്ലേ? എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ട് പോലും തെളിഞ്ഞ കാര്യമാണ്. പിന്നെയും ആന്റണി രാജു എന്തിനാണ് ന്യായീകരിച്ച് മെഴുകാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഫോറൻസിക് സയൻസ് ലാബിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഈ പ്രതിയായിരുന്ന ആൾ മറ്റൊരു രാജ്യത്തുണ്ടായിരുന്ന പോലീസിനോട് പറയേണ്ടി വന്നിരുന്ന കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇവിടുത്തെ കോടതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആന്റണി രാജു സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതിന്റെ, അദ്ദേഹം എഴുതി കൊടുത്ത് തെളിവുണ്ടാക്കിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് നിരപരാധികളും ഇവിടെ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് എന്ത് മാന്യതയുടെ കുപ്പായം അണിയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്? ഇതേപോലെ ഒരു നാറ്റക്കേസിൽ പെട്ടിട്ട് അകത്തു പോകാനായിട്ട് ഇരിക്കുന്ന ഒരാള് എന്ത് മാന്യതയാണ് അദ്ദേഹം ഇവിടെ നടിക്കാനായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്ത് തരത്തിലുള്ള നിരപരാധിത്വമാണ് അദ്ദേഹം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നോ ഇന്നലെയോ നടന്ന കേസല്ല.
അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതം? 1990-കളിൽ ഒരു ജൂനിയർ വക്കീലായിരുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് എന്ത് രാഷ്ട്രീയമായിട്ടുള്ള സ്കോർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് പോകുന്നത്? അതും ഇവിടെയുള്ള പ്രതി അല്ലാത്ത ഒരാളിൻ്റെ പേരിൽ. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള അനിൽ ഇമ്മാനുവൽ, അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഈ കേസ് പെട്ടെന്ന് നടന്നത് പോലും. പെട്ടെന്നല്ല മൊത്തത്തിൽ നടന്നത്, പക്ഷെ എന്നിട്ട് പോലും അതിലെ മെല്ലപ്പോക്കെല്ലാം തന്നെ ഇല്ലാതായത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആന്റണി രാജു സ്വയം ന്യായീകരിക്കുന്നതിന് വേണ്ടി പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ആന്റണിയുടെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവരന്വേഷിച്ചു, ഇവരന്വേഷിച്ചു, എനിക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് നടത്തി. അദ്ദേഹം എന്താ അത് അവിടെ വെച്ച് മാത്രം ഒന്ന് നിർത്തുന്നത് എന്താ? അതിനുശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്തുകൊണ്ടാണ് പറയാത്തത്? വിദേശത്ത് നിന്ന് ഇന്റർപോൾ ഇങ്ങോട്ട് ഇന്ത്യയിൽ CBIക്ക് ഇൻഫർമേഷൻ കൈമാറിയതും അത് പിന്നീട് തിരുവനന്തപുരത്ത് പോലീസിനെ അറിയിക്കുന്നതും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഇത് റിവൈവ് ചെയ്ത് വരുന്നതും അദ്ദേഹം എന്തുകൊണ്ടാണ് പറയാത്തത്? പിന്നീട് കേരള പോലീസ് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറയാത്തത്? ഈ ആന്റണി രാജു തന്നെ സുപ്രീം കോടതി വരെ പോയല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാത്തത്? സുപ്രീം കോടതി പോയിട്ട് അദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? ഇതിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അതിനെക്കുറിച്ച് എന്താ ആന്റണി രാജു പറയാത്തത്? എന്തുകൊണ്ടാണ് ഈ ആന്റണി ഉമ്മൻചാണ്ടി വരെ വന്നിട്ട് അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്? എന്തിനാ? അതുകൊണ്ട് തീർന്നില്ലല്ലോ. ഇതൊക്കെ പഴയ കേസല്ലേ. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നിരിക്കുന്ന കാര്യത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന കാര്യത്തിനെക്കുറിച്ച്, സുപ്രീം കോടതി ഈ വിഷയത്തിൽ എടുത്തിരുന്ന തീരുമാനത്തിനെക്കുറിച്ച് അദ്ദേഹം എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഇതിൽ പറയുന്ന പല പ്രൊവിഷൻസും പിന്നീട് ഇടുന്നത് പോലും അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ ഇൻവോൾവ്മെന്റ് കൊണ്ടല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനും TP സെൻകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഇന്ന് ഈ ഡിലേഡ് ആണെങ്കിലും ഒരു ജസ്റ്റിസ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കി വളരെ കൃത്യമായിട്ട് നിയമത്തിന്റെ നൂലാമാലകൾ വഴി പോയിരിക്കുന്ന, ഫോറൻസിക് പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ പോയിരിക്കുന്ന, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോയിരിക്കുന്ന ആന്റണി രാജുവിന്റെ കൈപ്പടയിൽ അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതാണ് എന്ന് സയന്റിഫിക് ആയിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണ് നമ്മൾ ഈ ന്യായീകരണമൊക്കെ. ശരിയാണ്, വികലമായ ന്യായീകരണങ്ങളാണ് ആന്റണി രാജു നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തൊണ്ടിയായ അടിവസ്ത്രം മാറ്റിയ കേസിൽ ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ വികലമായ ന്യായീകരണങ്ങൾക്ക് പ്രസക്തിയുമില്ല. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആന്റണി രാജു LDFന് അപമാനമോ? അപമാനമാണെന്ന് 88% പ്രേക്ഷകരും, അല്ല എന്ന് 9%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.